ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എല്ലാറ്റിനെയും കഥകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇവിടെ വയനാട് ദുരന്തം എത്ര കടുത്ത ദുരന്തമായിട്ടാണ് അത് മാറിയത്. അതിൽ വേദനിക്കാത്തവരില്ല, എല്ലാവരെയും വേദനിപ്പിച്ചു. നമ്മുടെ നാടിന്റെ പ്രത്യേകത മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവർ ഒരു ദുരന്തത്തെ ഒരു നാട് എങ്ങനെ ഏകോപിതമായി നേരിടുന്നു, ഒരു ഭേദചിന്തയുമില്ല. എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത്, എല്ലാ കാര്യത്തിലും ഒന്നിച്ച്. ചില അപശബ്ദമൊന്നും ഉണ്ടായില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ആ അപശബ്ദമൊന്നും ആരും മുഖവിലക്കെടുക്കാൻ പോയില്ല. അത്ര കണ്ട് ഏകോപിതമായ നീക്കത്തിനാണ് പ്രാമുഖ്യമുണ്ടായത്. അതല്ലേ വസ്തുത? അത് രാജ്യം അംഗീകരിക്കുന്നു, ലോകം അംഗീകരിക്കുന്നു. നാം അവിടെ ഫലപ്രദമായ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിലും കൃത്യമായ സമവായങ്ങളുണ്ടാവും. എല്ലാവരുമായും ആലോചിക്കും. എങ്ങനെയുള്ള നടപടികളിലൂടെ പുനരധിവാസം വേണം എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തും. ഒരു കാര്യം ഉറപ്പ്, നാം ഏർപ്പെടുത്തുന്ന പുനരധിവാസം ലോകോത്തരമായിരിക്കും. ലോകത്തിന്റെ എല്ലാ മാതൃകകളും നാം അതിനായി സ്വീകരിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓടിയെത്തി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഏകദേശം ഒരു ദിവസം മുഴുവനായിട്ട് ചെലവിട്ടു. നമുക്ക് നമ്മുടെ നാട് തന്നെയുള്ള കുറവ് നമ്മുടെ ഖജനാവിന് വേണ്ടത്ര ശേഷിയില്ല എന്നുള്ളതാണ്. ആവശ്യമായ സഹായം ലഭ്യമാകണം. കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഒരു അനുഭവം സഹായം ലഭിച്ചതല്ല. വലിയ ദുരന്തത്തിന് അതിന് പറ്റിയ രീതിയിലുള്ള സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ പുതിയ ദുരന്തഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിന്നുകൊണ്ട് സഹായിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്.